CM വലിയുല്ലാഹിയെ പോലുള്ള, മുഹമ്മദ് അലവിൽ മാലിക്കി തങ്ങളെ പോലുള്ള, കുണ്ടൂർ ഉസ്താദിനെ പോലുള്ള ഒരുപാട് മഹാന്മാർ, ആ മഹാന്മാർ ബഹുമാനപ്പെട്ട കാന്തപുർ ഉസ്താദിന് കൊണ്ടുപോയിട്ട് സ്വീകരണം കൊടുക്കുകയാണ്. കുണ്ടൂർ ഉസ്താദ് എനിക്ക് അയച്ചൊരു കത്ത് ഇപ്പോഴുണ്ട്, ഒരു അറബി ബൈത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഒരു വയത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വലിയ വലിയ ആൾക്കാർ, അവരൊക്കെ ഒരുപാട് ഈ ആത്മീയ ചൈതന്യമുള്ള ആൾക്കാരാണ്. ആ മഹാന്മാരൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടന, കേരള മുസ്ലിം ജമാഅത്ത് പിന്നീട് വന്നതാണെങ്കിൽ SYS തന്നെയാണ് മുസ്ലിം ജമാഅത്തായത്. SYS, മുസ്ലിം ജമാഅത്ത്, SSF നമ്മളെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ നോക്ക്, ഇവിടെ 11 മഹലിൽ സുന്നത്തി ജമാഅത്തിന് ഒറ്റ പള്ളി മറിച്ചില്ലാതെ. ഇപ്പം എന്താ കാരണം? ഇവിടെ സുന്നികളില്ലായിട്ടാ? അല്ല, അന്ന് നമുക്ക് സംഘടന ഇല്ലാത്തതുകൊണ്ടാണ്. സംഘടന ഉണ്ടെങ്കിൽ കുറ്റ്യാടി ജമാഅത്ത് പള്ളി നമുക്ക് നഷ്ടപ്പെടൂല. സംഘടന ഉണ്ടെങ്കിൽ അടുക്കത്തെ പള്ളി പോകില്ല. അവിടെയൊക്കെ മഖ്ബറ ഇന്നും ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശാന്തിഗറിലെ പള്ളി നഷ്ടപ്പെടൂല. നേർച്ച പെട്ടി ഇപ്പാടുണ്ട്, ഖബറ വിളിച്ചാളെന്ന്. ആ രൂപത്തിൽ ഇവിടെ ഒക്കെ സുന്നത്തി ജമാഅത്ത് നശിപ്പിച്ചതിൻ്റെ കാരണം എന്താ? സംഘടന ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സിറാജുൽ വന്നെങ്ങനെയാ? സംഘടന ഉള്ളതുകൊണ്ടാണ്. മർക്കസ് ഉണ്ടായതുകൊണ്ടാണ്, സംഘടന ഉള്ളതുകൊണ്ടാണ്. മഹദിൻ ഉണ്ടായതുകൊണ്ടാണ്, ജാമിഅ ഹുസൈൻ ഉണ്ടായതുകൊണ്ടാണ്, എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടായതുകൊണ്ടാണ്, സംഘടന ഉള്ളതുകൊണ്ടാണ്. അപ്പം സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മോശമായ കാര്യമാണ് എന്ന് വരുത്തി തീർത്ത് മഹാന്മാരെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നിട്ട് കാണുന്ന ഷിയാക്കളുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ എന്ത് വഴി എന്ന് ചിന്തിക്കുന്ന ദുഷിച്ച ചിന്തകളുണ്ട്. ആ ചിന്തകളിലൊന്നും ഒരു ചെറുപ്പക്കാരും ഒരു മുസ്ലിമീങ്ങളും ഒരു മുത്തഅല്ലിമീങ്ങളും ഒരു മുഅ്മിനീങ്ങളും പെട്ടുപോകരുത്. ആഖിറത്തിലെത്തിയിട്ട് കൈയടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ എന്ന് പറഞ്ഞിട്ട് ആഖിറത്തിൽ നിന്ന് കൈയടിക്കുന്ന ഒരു സമയമുണ്ട്. അതിൽ പെട്ടുപോകരുത്. എല്ലാവരും സുന്നത്തി ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഖിദ്മത്തിലായി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ബാപ്പ-ഉമ്മാനെ പരിഗണിക്കുകയും അയൽവാസികൾക്ക് ഗുണം ചെയ്യുകയും അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുകയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കടപ്പാടുകളും നമ്മൾ വീട്ടണം. ആലിമീങ്ങളെ നമ്മളൊരു സംഘടനയുടെ ആളുകളാച്ചിട്ട് മറ്റു സംഘടനയുടെ ആലിമീങ്ങളെ ചീത്ത പറയാനൊന്നും പാടില്ല. അത് ശാഖാപരമായ തർക്കങ്ങളും സംഘടനാ തർക്കങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും, അതൊന്നും വിഷയമല്ല. അതേസമയത്ത് സുന്നത്ത് ജമാഅത്ത് ഉറച്ചു നിന്നുകൊണ്ട് നമ്മളെ സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നല്ല ദീനിൻ്റെ പ്രവർത്തകരായി നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ ആരെയും ചീത്ത പറയാൻ പോണ്ട, തെറി പറയാൻ പോണ്ട, ആരെയും അവമതിക്കാൻ പോണ്ട, ഇൻസൾട്ടാക്കാൻ പോണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. അത് കൃത്യമായി തഖ്വയുടെ ബോധത്തോടുകൂടി ആയിരിക്കണം. അള്ള കൽപ്പിച്ച് എടുത്തുകൊണ്ടായിരിക്കണം, അള്ള വിരോധിച്ച് ഒഴിച്ചുകൊണ്ടായിരിക്കണം. അതേസമയത്ത് 100 ന്യൂനതകൾ സാധുക്കളായ നമ്മളിൽ നിന്നെല്ലാം സംഭവിക്കും. നമ്മളൊന്നും മാസൂമികളായ നബിമാരല്ല. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി നമ്മളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തി ആഖിബത്ത് നന്നാക്കി നമ്മളെല്ലാവരെയും അള്ളാഹു മരിപ്പിച്ചു തരട്ടെ.